മഞ്ചാടി തിരിച്ചു വന്നായിരിക്കോ? നീ അവിടെ ഇരിക്കേ, അച്ഛൻ പോയി നോക്കിക്കോളൂ. എന്താ സാറേ? അവനോട് ജീവൻരാജ് നീ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് സദ്യ കഴിക്കുകയാണോ? അവളെവിടാ മഞ്ചാടി? സാർ, മഞ്ചാടി അവളുടെ വീട്ടുകാർ വിളിച്ചോണ്ട് പോയി. ഇങ്ങോട്ട് പോലീസിന്റെ മുഖത്തൊക്കെ കള്ളം പറയുന്നോടാ. സാർ എന്താ ഈ കാണിക്കുന്നത്? എന്റെ മോൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? മിണ്ടരുത്. ഇവൻ മഞ്ചാടിയായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് വ്യക്തമായ ഇൻഫർമേഷൻ കിട്ടിയിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പോയി സെർച്ച് ചെയ്യണോ? സാർ, ഞാൻ വാടാ ഇങ്ങോട്ട്. അയ്യോ സാറേ, എന്റെ കുഞ്ഞു ഒരു തെറ്റും ചെയ്തിട്ടില്ല. സാർ, ഞാൻ പറയുന്നൊന്ന് കേക്ക് സാറേ. മഞ്ചാടിയുടെ മൂത്ത ചേച്ചിയും ദാസാറും അടക്കമുള്ള ബന്ധുക്കളും വന്നാ അവളെ കൂട്ടിക്കൊണ്ടുപോയത്. അതെ സാറേ, അവര് പറഞ്ഞ പ്രകാരം ഞാനും എന്റെ ഭാര്യയും മഞ്ചാടിയെ കൊണ്ടുപോകാൻ അവർക്ക് കൂട്ടുനിന്നു. അങ്ങനെയാ മഞ്ചാടി ഇവിടുന്ന് കൊണ്ടുപോയത്. എന്റെ മോനെ ഇവിടെ മുറിക്കകത്ത് പൂട്ടിയിട്ടാ സാറേ അവര് മഞ്ചാടിയും കൊണ്ടുപോയത്. മതി. അച്ഛനും അമ്മയും മോനും കൂടെ എന്ത് നാടകം കളിച്ചാലും മഞ്ചാടിയും കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോകും. അയ്യോ സാറേ, എന്താടോ? ഇവിടെ വേറെ ആരുമില്ല സാറേ. സാറേ കൊണ്ടുപോയില്ല സാറേ. വാടാ സാറേ, സത്യം പറ. ഞാൻ പറയുന്നത് സത്യം സാറേ. കൊണ്ടുപോയില്ല സാറേ. എവിടെയാടാ മഞ്ചാടിയെ ഒളിപ്പിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല സാറേ. ഇതിനപ്പുറം എനിക്ക് പറയല്ല സാറേ. വാടാ ഇങ്ങോട്ട്. സാറേ, എന്റെ മോനെ കൊണ്ടുവന്നതിന് മുമ്പ് മഞ്ചാടിയോട് ഫോൺ ചെയ്ത് നോക്കടാ. സാറേ, ഞാൻ പറയുന്നത് കേൾക്ക് സാറേ. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചോളാടാ. വാടാ ഇങ്ങോട്ട്. കേറാ ജീപ്പില്. സാറേ, ഞാൻ പറയുന്നത് കേൾക്ക്. കേറങ്ങോട്ട്. മോനെ ഒന്ന് കൊണ്ടുപോലെ സാറേ. മാറി നിൽക്കാൻ. നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുപോകുന്നവര്. രഘുവേട്ടാ, ദേ ചേച്ചി. ചേച്ചി, അച്ഛനെവിടെയാനു? മുറി കിടക്കാം. മഞ്ചാടി ദാസങ്ങളുടെ വീട്ടിലുണ്ടല്ലേ? അതെ. നിങ്ങളെങ്ങനെ അറിഞ്ഞു? ദാസങ്ങൾ വിളിച്ചിരുന്നു. നമുക്ക് അമ്മാവനെ അങ്ങോട്ട് കൊണ്ടുപോയി അവളെ കാണിച്ചാലോ അമ്പിളി? അവളുടെ മനസ്സൊന്ന് മാറ്റിയെടുത്തിട്ട് പോരെ രഘുവേട്ടാ. ഇപ്പൊ അച്ഛനെ കണ്ടാലും അവള് ജീവൻരാജന്റെ കൂടെ പോണെന്നേ പറയൂ. ദാസങ്ങൾ പറഞ്ഞത് അത് തന്നെ. പക്ഷെ ഇനി അമ്മാവനെ മറച്ചു വെച്ച് ഓരോന്നും ചെയ്താ. ആ കാര്യത്തില് എനിക്ക് നല്ല ടെൻഷനുണ്ട് രഘുവേട്ടാ. ഇനി നമ്മൾ അച്ഛനെ മറച്ചു വെച്ച് എന്ത് ചെയ്താലും അച്ഛൻ ക്ഷമിക്കാൻ തോന്നുന്നില്ല. മാത്രമല്ല, മകളെ കാണാനില്ലെന്ന് പറഞ്ഞ അച്ഛൻ പോലീസിൽ പരാതി കൊടുത്തിരിക്കുക. എന്നിട്ട് മഞ്ചാടിയെ നമ്മൾ തന്നെ ഒളിപ്പിച്ചു വെക്കാന്ന് പറഞ്ഞ. അതെ, നമ്മൾ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലനു. ഇന്നൊരു ദിവസം കൂടി അങ്ങനെ കരുതാനാ ദാസങ്ങൾ പറഞ്ഞത്. അദ്ദേഹം എന്തോ മനസ്സിൽ കണക്കൂട്ടിയിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് അങ്കിൾ എന്ത് അത്ഭുതം കാണിക്കാനേ രഘുവേട്ടാ. നമ്മളെയൊക്കെ ധിക്കരിച്ച് മഞ്ചാടി ഇതുവരെ ജീവൻരാജിന്റെ കൂടെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സ് ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയല്ലാനു. കാര്യങ്ങൾ കൈവിട്ടു പോകണമെന്ന് തോന്നിയാ ആരും ചിലപ്പോൾ കീഴടങ്ങാൻ തയ്യാറാവും. നമ്മൾ ഒരു കാരണവശാലും മഞ്ചാടി ജീവൻരാജന്റെ കൂടെ വിടില്ലെന്ന് അവൾക്ക് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. അതേനു, ജീവൻരാജു ഇപ്പൊ ഒതുങ്ങിയത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അവൻ കഴിഞ്ഞതൊക്കെ മറന്ന് അവന്റെ വീട്ടിൽ ഒതുങ്ങിക്കൂടാന്ന് സമ്മതിച്ചെങ്കിൽ മഞ്ചാടിക്ക് നമുക്ക് വേണ്ടി അവനെ മറന്നൂടെ? നമ്മൾ അവളെ അത്രയ്ക്ക് സ്നേഹിച്ച് വളർത്തിയതല്ലേനു. ജീവൻരാജ് കഴിഞ്ഞതൊക്കെ മറന്നോളാന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞാണോ ചേച്ചി? അതോ അവനെ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണോ? അമ്പിളി ചേച്ചി അവൻ പറഞ്ഞതിന് സാക്ഷിയാണോ? ഞാനും ദാസങ്ങളും ദയയും കൂടി മഞ്ചാടിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലായിരുന്നു. വീടിനുള്ളിൽ കയറി ജീവൻരാജുവായിട്ട് സംസാരിച്ചത്
വിനയനും ശബരിയോ. ഏതായാലും ഒരു കാര്യം മഞ്ചാടി സമ്മതിച്ചിട്ടുണ്ട്. പിരിയാൻ തയ്യാറാണെന്ന് ജീവൻ രാജ മഞ്ചാടിയുടെ മുന്നിൽ വന്ന് പറഞ്ഞ അവളും അതിന് തയ്യാറാണെന്ന്. എനിക്ക് തോന്നുന്നത് ദാസങ്ങളും വിനയനും ശബരിയും കൂടി അവനെ അവളുടെ മുമ്പിലെത്തിച്ച് അങ്ങനെ പറയിക്കുന്ന. അതിനായിരിക്കും ഒരു ദിവസത്തെ സമയം അങ്ങള് ചോദിച്ചത്. ഒരു ദിവസത്തെ സമയം എന്ന് പറയുന്ന ചെറിയ സമയമൊന്നുമല്ല. അതിനിടയിൽ എന്തും സംഭവിക്കാം. എനിക്കിപ്പോ തോന്നുന്നത് ജീവൻ രാജനെയും മഞ്ചാടിയും അവരുടെ ഇഷ്ടത്തിന് തന്നെ വിടുന്നതാ നല്ലതെന്നാ. നമ്മുടെ അഭിമാനത്തെക്കാൾ വിലയുണ്ട് 2 കുട്ടികളുടെ പ്രണയത്തിനും ജീവനും. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ അത് നമ്മുടെ ദുരഭിമാനം കൊണ്ട് കൊടുക്കേണ്ടി വരുന്ന വലിയ വിലയായിരിക്കും. നിങ്ങൾ മാവനടുത്തല്ലേ? വാ ചേച്ചി.